ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. സോ ഇന്ന് ഒക്ടോബർ മാസത്തെ എക്സാം കലണ്ടർ ആഫ്റ്റർ കൺഫർമേഷൻ ആയിട്ടുള്ള എക്സാം കലണ്ടർ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. യെസ്, ഒക്ടോബർ 30 നടക്കാൻ വേണ്ടി പോകുന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടർ പരീക്ഷ, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അസിസ്റ്റൻറ്റ് ഡയറക്ടർ പരീക്ഷയുടെ കൺഫർമേഷൻ നൽകിയ വ്യക്തികളുടെ എണ്ണം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു എക്സാം കലണ്ടർ വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപ്രകാരം 15,723 പേര് കൺഫർമേഷൻ നൽകിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയാലോ. യെസ്, സോ എക്സാം കലണ്ടർ, ആദ്യം വന്ന എക്സാം കലണ്ടർ പ്രകാരം നമുക്ക് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അത് 38,985 ആയിരുന്നു. കണ്ടോ? യെസ്. അതിനുശേഷം നമുക്ക് കൺഫർമേഷൻ നൽകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ. അപ്പോൾ കൺഫർമേഷൻ നൽകിയ ആൾക്കാരുടെ എണ്ണം, ഒരു നിശ്ചിത തീയതി ഉണ്ടായിരുന്നു. ആ തീയതി വരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൺഫർമേഷൻ നൽകാൻ വേണ്ടി സാധിക്കും. ആ തീയതി എന്ന് പറയുന്നത് ഏതായിരുന്നു? 30/10/2024. ഇത് എക്സാം ഡേറ്റ് ആണ്. ദെൻ കൺഫർമേഷൻ നൽകാൻ പറ്റുന്ന തീയതി 11/8/2024 വരെ നമുക്ക് കൺഫർമേഷൻ നൽകാമായിരുന്നു. അങ്ങനെ കൺഫർമേഷൻ നൽകിയവരുടെ എണ്ണം 23,262 പേരാണ് കേട്ടോ. യെസ്. അപ്പോൾ 30-ാം തീയതി വെനസ്ഡേ ആണ് പരീക്ഷ നടക്കാൻ വേണ്ടി പോവുക. 30/10/2024 രാവിലത്തെ ബാച്ചാണ്. 7:15 മുതൽ 9:15 വരെയുള്ള ആ രാവിലത്തെ സമയത്താണ് എക്സാം നടക്കുക. 1.5 മണിക്കൂറായിരിക്കും പരീക്ഷ ഉണ്ടാവുക. 30 മിനിറ്റ് മുമ്പേ നമുക്ക് സെൻട്രൽ കയറിയിരിക്കാം. അതാണ് 2 മണിക്കൂർ ഡ്യൂറേഷൻ കാണിക്കുന്നത്. 7:15 ശേഷം നമുക്ക് എക്സാം ഹാളിലേക്ക് കടക്കാൻ വേണ്ടി സാധിക്കില്ല, എക്സാം സെൻറ്ററിലേക്ക് കടക്കാൻ വേണ്ടി സാധിക്കില്ല. കണ്ടോ? അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. OMR എക്സാം തന്നെയാണ്. OMR ഓർ ഓൺലൈൻ എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുക. പക്ഷേ ഏകദേശം 23,000 ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ അത് OMR പരീക്ഷയാണ്. ഇംഗ്ലീഷാണ് മീഡിയം. 1.5 മണിക്കൂറായിരിക്കും പരീക്ഷ കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രത്തോളം ആൾക്കാരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി സാധ്യതയുള്ളത്. ഇനി ഇത്രയും 23,000 പേരും പരീക്ഷ എഴുതുമോ? ഇല്ല. ഇതിൻ്റെ ഒരു 70-80% ആൾക്കാർ മാത്രമേ എക്സാം എഴുതാൻ സാധ്യതയുള്ളൂ കേട്ടോ. സാധാരണ അതാണ് ട്രെൻഡ് വരുന്നത്. ദെൻ ഇത്രയും ആൾക്കാർ എത്ര പേര് കുറഞ്ഞു? 15,703 പേര് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ കോമ്പറ്റീഷനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? ഇല്ല, യാതൊരു രീതിയിലും ഇത് കോമ്പറ്റീഷനെ ബാധിക്കില്ല. കാരണം പഠിക്കാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചിന്തയുള്ളവർ, അല്ലെങ്കിൽ ഏതെങ്കിലും കോച്ചിങ് എടുത്തവർ, ദെൻ ഈ ഒരു എക്സാം എഴുതണമെന്ന് നല്ല താല്പര്യമുള്ളവരൊന്നും ഈ രീതിയിൽ കൺഫർമേഷൻ കൊടുക്കാതിരിക്കില്ല. എന്തായാലും കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ 15,000 പേര് പോയി എന്ന് പറഞ്ഞത് യാതൊരു രീതിയിലും കോമ്പറ്റീഷന് ബാധിക്കാൻ സാധ്യതയില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. ദെൻ ഇതിൻ്റെ സിലബസ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് മൊത്തം അറിയണമെങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഫസ്റ്റ് കമൻറ്റിലും ഞാനത് പിൻ ചെയ്ത് വെക്കുക കേട്ടോ. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. സിലബസ് ഡിസ്കഷനും അതേപോലെ ഫുൾ അസിസ്റ്റൻറ്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ടിട്ട് അറിയേണ്ട കാര്യങ്ങൾ മൊത്തം അടങ്ങിയ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്